പയ്യന്നൂരിലെ രക്തസാക്ഷി വിഷ്ണുവിൻ്റെ സഹോദരൻ കോൺഗ്രസിൽ. 2008 വഞ്ചിയൂരിൽ കൊല്ലപ്പെട്ട വിഷ്ണുവിൻ്റെ സഹോദരൻ വിനോദാണ് കോൺഗ്രസിൽ ചേർന്നത്. വിനോദിനെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തിരുവനന്തപുരത്തെ വലിയ ഊർജ്ജസ്വലനായ CPM പ്രവർത്തകനായിരുന്നു വിഷ്ണു. അദ്ദേഹമാണ് സംഘപരിവാറുകാരാൽ കൊല ചെയ്യപ്പെട്ടത്. ആ വിഷ്ണുവിന്റെ കുടുംബവും CPMുമായി വലിയ ബന്ധമുള്ള കുടുംബമാണ്. വിനോദിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ സജീവ CPMന്റെ നേതൃത്വത്തിലും കോളേജ് മുതൽ സജീവമായി പ്രവർത്തിക്കുന്നവരാണ് വിനോദ് ഉൾപ്പെടെയുള്ള ആളുകൾ. വിഷ്ണുവിന് വേണ്ടി ഒരു രക്തസാക്ഷി ഫണ്ട് ഉണ്ടാക്കി ഈ പാർട്ടി. അതിൽ നിന്നും പകുതി പണം കുടുംബത്തിൽ കൊടുത്തു, പകുതി പണം അടിച്ചു മാറ്റി. ഇപ്പൊ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ടിന്റെ വിവാദം അറിയാം. ധനരാജിന് വേണ്ടി ഫണ്ട് പിരിച്ചിട്ട് ആ പണം വലിയ തുക CPM അടിച്ചു മാറ്റിയിരിക്കുകയാണ് നേതാക്കന്മാർ. അത് തന്നെയാണ് തിരുവനന്തപുരത്ത് വിഷ്ണുവിന്റെ രക്തസാക്ഷി ഫണ്ട് കേസിൽ നടന്നത്. എന്നിട്ട് ഇവര് ന്യായീകരിക്കുന്നത് വക്കീലിന് കൊടുക്കുന്നതാണ്. ഈ ഒരാളെ കൊല ചെയ്താൽ കൊല ചെയ്യപ്പെട്ട ആളുടെ ബന്ധുക്കളല്ലല്ലോ കേസ് നടത്തുന്നത്. കേസ് പ്രോസിക്യൂഷനാണ്. എല്ലാ ക്രൈമും സ്റ്റേറ്റിനെതിരായിട്ടാണ്. എല്ലാ ക്രൈമും ആര് കുറ്റം ചെയ്താലും കുറ്റകൃത്യം ചെയ്താലും ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് അന്നത്തെ കുറ്റകൃത്യം ചെയ്താലും അത് സ്റ്റേറ്റിനെതിരായിട്ടുള്ള കുറ്റമാണ്. എല്ലാ ക്രിമിനൽ കേസുകളിലും സർക്കാരിന് വേണ്ടിയിട്ടാണ് പ്രോസിക്യൂട്ടർ ഹാജരാകുന്നത്. അപ്പൊ എങ്ങനെ വക്കീലിന് പൈസ കൊടുക്കേണ്ടി വരുന്നത്? മനസ്സിലാകുന്നില്ല. വക്കീല് പൈസ കൊടുത്തൊന്നും അല്ല. കൊല ചെയ്യപ്പെട്ട ആളുടെ വേണ്ടിയിട്ട് വക്കീല് പ്രോസിക്യൂട്ടറാണ്, ഗവൺമെന്റ് പ്രോസിക്യൂട്ടർ. അപ്പൊ കള്ളമാണ്, പണം അമർത്തിയതാണ്. അത് ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ടും അഭിമന്യുവിന്റെ രക്തസാക്ഷി ഫണ്ടും തിരുവനന്തപുരത്ത് ഇപ്പോ വിഷ്ണുവിന്റെ രക്തസാക്ഷി ഫണ്ടും ആളുകളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചിട്ട് പാർട്ടി അടിച്ചു മാറ്റിയത്. മാത്രമല്ല അവരെ സങ്കടപ്പെടുത്തിയത്. എന്നിട്ടും അവര് പാർട്ടിയിൽ നിന്നു. പിന്നീട് പാർട്ടി നടപടിയെടുത്തു ഇവര് പരാതി കൊടുത്തപ്പോൾ, അല്ലേ? ആ നടപടി എടുക്കപ്പെട്ട ഒരാൾ ഇപ്പോ ഡബിൾ പ്രൊമോഷൻ അല്ല, ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്ത് CITUവിന്റെ ജില്ലാ സെക്രട്ടറി ആക്കിയിരിക്കുന്നു. അത് ആ കുടുംബത്തിന് ഒരുപാട് വേദനയും പ്രയാസവും സങ്കടവും ഉണ്ടാക്കി. എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് ഈ നഗരത്തിൽ CPMന്റെ DYFIയുടെ SFIയുടെ ഒക്കെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന വിഷ്ണുവിന്റെ അനുജൻ വിനോദ്, ജ്യേഷ്ഠൻ, വിഷ്ണുവിന്റെ ജ്യേഷ്ഠൻ വിനോദും സഹപ്രവർത്തകരും ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേരുകയാണ്. അവരെ ഞാൻ കോൺഗ്രസ് കുടുംബത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും കോൺഗ്രസിൽ അവർ ഇനി ഒരു കുടുംബാംഗമായിരിക്കും. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള KPCC ഭാരവാഹികൾ എല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ. DCC പ്രസിഡന്റ് സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് KPCC പ്രസിഡന്റും പ്രത്യേകമായിട്ട് സ്വാഗതം അറിയിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റും DCC പ്രസിഡന്റിനും വേണ്ടി കൂടി ഞാൻ സംസാരിക്കുന്നു. കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളുടെയും K മുരളീധരൻ ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ KC വേണുഗോപാൽ ഉൾപ്പെടെ മുഴുവൻ നേതാക്കളോടും പറഞ്ഞിട്ട് അവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് മോദിനെയും സഹപ്രവർത്തകരെയും ആ പ്രസ്ഥാനത്തേക്ക് സ്വീകരിക്കുന്നത്. ഞാൻ അവരെ സ്വാഗതം ചെയ്യും. നേരത്തെ CPMനെതിരെ ആരോപണവുമായി വിനോദ് രംഗത്തെത്തിയിരുന്നു. രക്തസാക്ഷി ഫണ്ട് തട്ടിയതിനും തരംതാഴ്ത്തലിനും വിധേയനായ മുൻ ലോക്കൽ സെക്രട്ടറി T. രവീന്ദ്രൻ നായർ മന്ത്രി V. ശിവൻകുട്ടിയുടെ സഹായത്താലാണ് CITU ജില്ലാ സെക്രട്ടറി പദത്തിലെത്തിയതെന്നായിരുന്നു വിനോദ് ആരോപിച്ചത്. രക്തസാക്ഷിയുടെ കുടുംബത്തോട് പാർട്ടി നീതി കാണിച്ചില്ലെന്നും ഇനി CPMനൊപ്പം ഇല്ലെന്നും CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് ബ്രാഞ്ചിലെ അംഗമായിരുന്ന വിനോദ് പറഞ്ഞിരുന്നു. 7 വയസ്സിൽ ബാലസംഘത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ 50 വർഷമായി. ശരിക്കും ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഒരുപാട് നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ പാർട്ടിയുടെ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ സാമുദായിക നേതാക്കളുടെ അതിപ്രസരവും ബാക്കി അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മലബാർ മേഖലയിലെ കുഞ്ഞികൃഷ്ണ സഖാവിന്റെ വെളിപ്പെടുത്തൽ വന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴെങ്കിലും ഈ ഒരു തുറന്നു പറച്ചിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന നിരവധി പാർട്ടി സഖാക്കൾക്ക് അതൊരു വളരെ ദോഷമാവുമെന്ന് അറിഞ്ഞതുകൊണ്ടും അതുപോലെ ലെഫ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ എന്റെയും എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെയും കാഴ്ചപ്പാടിൽ സോഷ്യലിസവും അതുപോലെ എല്ലാവരെയും കണ്ട് ഒരുപോലെ കൊണ്ടുപോകുന്ന പാർട്ടി എന്ന നിലയിലും കോൺഗ്രസ് ആണ് കേരളത്തിലെ ലെഫ്റ്റിസ്റ്റ് എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ പാർട്ടിയിലേക്ക് ചേരാൻ ആവേശപൂർവ്വം വന്നത്. ഇത് ഇദ്ദേഹത്തിന്റെ ഈ നമ്മുടെ നേതാക്കന്മാരുടെ എല്ലാം മുന്നിൽ വെച്ച് ഇതൊരു തുടക്കമാണ്.
നമ്മുടെ കേരള റാലി കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്കൊരു പെർമിഷൻ അവിടെ വഞ്ചൂർ പ്രദേശത്ത് ഒരു വലിയൊരു രാഷ്ട്രീയ വിശദീകരണ യോഗം, ആ സമയത്ത് വളരെ വലിയൊരു നമ്പർ ഓഫ് ആൾക്കാരെ വെച്ചുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് ചേരാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൂടി തരണം. തീർച്ചയായിട്ടും ഉണ്ടാവും. അദ്ദേഹം ഒരു സ്പോർട്സ് കോച്ച് കൂടിയാണ്. 2008 ഏപ്രിൽ 1 കൈതമുക്ക് പാസ്പോർട്ട് ഓഫീസിനു മുന്നിലാണ് CPM വഞ്ചൂർ ബ്രാഞ്ച് അംഗമായിരുന്ന വിഷ്ണു കൊല്ലപ്പെട്ടത്. 13 പ്രതികൾ കുറ്റക്കാരാണെന്ന് തിരുവനന്തപുരം ജില്ലാ കോടതി കണ്ടെത്തിയെങ്കിലും പിന്നീട് ഹൈക്കോടതി ഇവരെ വിട്ടയച്ചു. ഈ വിധി സുപ്രീം കോടതിയും ശരിവച്ചിരുന്നു. വിഷ്ണുവിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ പാർട്ടി ഇടപെട്ട് 10 ലക്ഷത്തോളം രൂപയാണ് പിരിച്ചെടുത്തത്. 5 ലക്ഷം രൂപ കുടുംബത്തിന് കൊടുത്തു. ബാക്കി 5 ലക്ഷം രൂപ രവീന്ദ്രൻ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നായിരുന്നു ആരോപണം. ഫണ്ട് പിരിക്കുന്നതിൽ കുടുംബത്തിന് താൽപ്പര്യമുണ്ടായിരുന്നില്ലെന്നും നേതാക്കന്മാർ നിർബന്ധിച്ചപ്പോഴാണ് സമ്മതിച്ചതെന്നും വിഷ്ണുവിൻ്റെ സഹോദരൻ വിനോദ് പറഞ്ഞു. ബാങ്കിൽ നിന്നും പണം മാറ്റിയെന്ന് സ്ഥിരീകരിച്ചതോടെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഏരിയ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും രവീന്ദ്രനെ മാറ്റിയിരുന്നു. തൊട്ടടുത്ത സമ്മേളനത്തിൽ രവീന്ദ്രനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാൻ മന്ത്രി ഇടപെട്ടു. മുഴുവൻ സഖാക്കളും എതിർത്തതിനാൽ എടുത്തില്ല. CITUവിൻ്റെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ മന്ത്രി ഇടപെട്ട് രവീന്ദ്രനെ CITU ജില്ലാ സെക്രട്ടറിയാക്കിയെന്നും വിനോദ് പറഞ്ഞു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.